എന്ന് വെച്ചാൽ യമം നിയമം കഴിഞ്ഞാൽ പാതഞ്ജലി മഹർഷി പറയുന്നത് എന്താണ്? അടുത്തത് ആസനമാണ്. യമം നിയമം ആസനം പാതഞ്ജലി പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനൊരു ഓതൻറ്റിസിറ്റി ഉണ്ടല്ലോ. പാതഞ്ജലി മഹർഷി എന്ന് പറയുന്നത് അദ്ദേഹമാണല്ലോ ഇത് അടുക്കും ചിട്ടയും രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ആസനം എന്തുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്? ആസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? ആസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ മൈൻഡിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ആസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിലാക്കുക. അതെന്തിനാന്ന് വെച്ചാൽ മൈൻഡിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, മൈൻഡിൻ്റെ പ്രാധാന്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഗീതയിൽ ധ്യാനയോഗം എന്ന അധ്യായം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ശിരസ്സും കഴുത്തും ശരീരവും ഒരേ നേർരേഖയിൽ വെക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ആ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാലേ നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കുള്ളൂ. അപ്പം ഗീതയിൽ പറയുന്നതും പാതഞ്ജലിയുടെ യോഗയിൽ പറയുന്നതും ഏകദേശം ഒരേ കാര്യത്തെക്കുറിച്ചാണ്. എന്താണ്? നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ആസനം വളരെ കൃത്യമാക്കണം. അപ്പം നമ്മൾക്ക് സ്ഥിരമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ആസന രീതി നിങ്ങൾ കണ്ടെത്തണമെന്നാണ് പറഞ്ഞത്. സ്ഥിരമായി നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ഇരിക്കാൻ കഴിയുന്ന ഒരു ആസന രീതി നിങ്ങൾ കണ്ടെത്തണം. അത് പറയാനുള്ള കാരണം, നിങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പതറാൻ സാധ്യതയുണ്ട് എന്ന് ആദ്യമേ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആസനം സ്ഥിരപ്പെടുത്തണമെന്ന് പറയുന്നത്. അതാണ് ആസനം സ്ഥിരപ്പെടുത്തണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഏത് ധ്യാനത്തിലും നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് സുഖമാണോ ആ ആസനമെന്ന് നിങ്ങൾ ആദ്യമേ തീരുമാനിക്കണം. കാരണം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 1 മിനിറ്റല്ല, 2 മിനിറ്റല്ല, 5 മിനിറ്റല്ല, 10, 15, 20, 1 മണിക്കൂറിലേക്കോ 2 മണിക്കൂറിലേക്കോ നീണ്ടുപോവാം നിങ്ങളുടെ മെഡിറ്റേഷൻ. ആ സമയത്ത് നിങ്ങളുടെ ശാരീരികമായ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശരീരമാദ്യം ഖലുധർമ്മസാധനം എന്ന് പറയുന്നത്. ശരീരത്തെ വളരെ കൃത്യമായി, നിങ്ങളുടെ ആസനത്തെ വളരെ കൃത്യമായി സ്ഥിരമായി കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കുക.